രാവിലെ ഇപ്പോൾ 9:15 സമയം. 8-ാമത്തേനും ജിജിക്ക് കടയിൽ ചെല്ലേണ്ടതായിരുന്നു. ഇപ്പോൾ ധൃതി പിടിച്ചുള്ള പണികളാണ് ഞങ്ങൾ രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാപ്പിയായിട്ടുണ്ട്. അപ്പോൾ ചീരയുടെ 12-ാമത്തെ വിളവെടുപ്പാണ്. അത് നമ്മളൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. തീ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, ഏറ്റവും ലോയിലായിട്ടിരിക്കുന്നത്. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല, ഒരു സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് നമ്മുടെ മുറ്റത്ത് വിരിഞ്ഞ മുറ്റത്ത് കൃഷി ചെയ്ത നമ്മുടെ ചീരയുടെ 12-ാമത്തെ വിളവെടുപ്പാണ്. ഏതാണ്ട് 20 ദിവസത്തിനുള്ളിൽ 12 തവണ കറി വെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ അത്രയും ദിവസത്തെ കറിവെപ്പിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഈസിയായി പോയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണിത്. രാവിലെ ഒരു കട്ടൻ അടിക്കുകയാണ്. ഇച്ചിരി താമസിച്ചു പോയി കാര്യങ്ങളൊക്കെ. അതൊന്നും സമയമില്ലായിരിക്കില്ല. അപ്പം നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ തീ ഒന്ന് ഫാസ്റ്റാക്കിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി സൈഡിൽ കൂടെ ഒക്കെ ഇട്ട് ഉണക്കിയെടുക്കും. അപ്പം മാക്സിമം എത്ര നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റുന്നു അത്രയും നമുക്ക് ചീരത്തോരൻ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ ഒരു സൈഡ് കറിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കറികളൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ ഫിഷ് ഫ്രൈഡ് 2 പീസുണ്ട്. അപ്പോൾ അത് രാവിലെ കൊണ്ടുപോകാം. നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇന്നലത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തണുത്ത വെള്ളമുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. ഇതെന്താ തോരൻ കറിയാണ്. പിള്ളേർക്ക് കുടിക്കാൻ പച്ചവെള്ളം വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഐറ്റം എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച നമ്മുടെ മീനിൻ്റെ വെള്ളമാണ്. ഇവിടെ ഇച്ചിരി തൈരിരിപ്പുണ്ട്. ഇവിടെ കാന്താരിമുളക് ഇരിപ്പുണ്ട്. നല്ല ഡ്രൈ ആയിട്ട്
നമ്മുടെ പയറിൻ്റെ ഇന്നലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ ആകുന്ന എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കാൻ നേരത്ത് 1/2 കിലോ ഒക്കെ കിട്ടും. ഇപ്പോൾ പയർ നമ്മൾ 4 തവണ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് രാവിലെ ഇളക്ക് നടക്കുകയാണ്. ഇത് നമ്മുടെ 1 2 3 ഗ്രോവറാണ്. ഇതൊന്നും നമ്മൾ സെറ്റിട്ട് സിനിമാ താരങ്ങൾ ചെയ്യുന്ന പോലെ ചിരിച്ചു നിന്ന് ലൈറ്റിൻ്റെ ആംഗിളും മാറിയും ക്യാമറയുടെ പൊസിഷൻ മാറാതെയൊക്കെ നിന്ന് ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിച്ച് ലൈക്കും ചിരിയും മേടിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്, അഭിനന്ദിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്. ബഹുമാനിച്ചൊന്നും ഇല്ലെങ്കിലും നമ്മളൊക്കെ സാധാരണ ജീവിതക്കാരാണ്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെയാണ്, ഫാസ്റ്റായിട്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സമയബന്ധിതമായിട്ട് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടു പഠിച്ചെങ്കിലേ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അറിവ് കിട്ടും. ഈ അറിവുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ബോംബെയിലും ഗോവയിലൊക്കെ പോയി ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചത്. കൂട്ടുകാർക്ക് നല്ല അടിപൊളി ഫുഡുകളൊക്കെ റെഡിയാക്കി കൊടുക്കുകയും മാനേജറുടെ വരെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യും. പണിയൊക്കെ നമ്മൾ ജിൽ എന്ന് ചെയ്യും, അല്ലാണ്ട് അവിടെ ആങ്ങി തൂങ്ങിയൊന്നും നിൽക്കുകയല്ല. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, നിങ്ങളൊക്കെ ഈ പുതിയ തലമുറയൊക്കെ ഈ സിനിമാ താരങ്ങൾക്ക് പോയി കൈയടിക്കുകയും ലൈക്കടിക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് അവരുടെയൊക്കെ മോറൽ സൈഡ് ഓർത്തും കണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എത്രമാത്രം വലിയ വമ്പന്മാരാണ്. വമ്പന്മാരുടെ കൂത്തുകളിയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് നമ്മുടെ മീൻ കഴുകിയ വെള്ളം. അപ്പോൾ ഈ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോഴിമക്കൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ ആ മീനിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. അതിനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കോഴികളവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അലക്കങ്ങ് തീർന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തത് വെറും 15 മിനിറ്റ് പോലും എടുത്തില്ല. ഈ ചീരയുടെ ബാക്കിയുണ്ട്, ഇത് നമുക്ക് ഉച്ചയ്ക്ക് നമ്മുടെ കോഴിക്ക് ഫുഡിനകത്ത് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ രാവിലത്തെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രോവർ ഇട്ട് നമ്മുടെ വലിയ കോഴിക്ക് 3 മാസം അല്ല ഇപ്പം 5 മാസം പ്രായമായ കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള, ഇത് നമ്മുടെ 2 ദിവസം മുമ്പ് കൊണ്ടുവന്ന കുഞ്ഞി കോഴികൾക്ക് കൊടുക്കാനുള്ള സ്റ്റാർട്ടറാണ്. അപ്പോൾ ഇത് അവർക്ക് കൊടുക്കണം, ഇത് നമ്മുടെ വലിയ കോഴിക്കും കൊടുക്കണം. അപ്പോൾ നേരെ നമ്മുടെ കോഴിയുടെ കൂട്ടിലേക്ക്. ഈ പുള്ളിക്കാരന് രാവിലെ നമ്മളങ്ങ് അഴിച്ചു കൊടുക്കും. പുള്ളിക്കാരത്തി എൻ്റെ പുറകെ വരിക, സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമുക്കും പോകാം. ഈ ജീവിതം എന്ന് പറയുന്നത് സിനിമാ താരങ്ങൾക്ക് വവ്വടിക്കുകയും അവരുടെ വേഷം കെട്ട് കാണുകയും അതിനൊപ്പിച്ച് തുള്ളിക്കളിക്കുകയൊന്നുമല്ല. പുതിയ തലമുറയുടെ വിചാരം സിനിമാ താരങ്ങളാണ്, എല്ലാം അവിടെ കൊണ്ട് ജീവിതം തീരും, അവിടെ കൊണ്ട് അവസാനം. ഇതൊന്നുമല്ല, നമ്മൾ ജീവിതത്തിൻ്റെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ കിടക്കുക. 10-15 വയസ്സായ ചെറുപ്പക്കാരാണ് നിങ്ങൾ. ചുമ്മാ ഇതൊക്കെ കണ്ട് തോണ്ടിക്കളഞ്ഞു പോയി ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി വെക്കുക. ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ സാധിക്കും. ഏത് സമയത്തും നമ്മൾ കാരണവന്മാരുടെ സംരക്ഷണത്തിൽ ജീവിച്ചോളാമെന്നൊന്നും അതൊന്നും നടക്കുകയില്ല. കാരണം ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും. ആ ഒരു അവസരത്തിൽ ഇത്തരം അറിവുകളും സമസ്ത അറിവുകളും നമുക്ക് പ്രയോജനപ്പെടും. നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങളാണ്, 1 മാസം പ്രായമായതാണ്. അതിനപ്പുറത്ത് നമ്മുടെ വലിയ നിൽപ്പുണ്ട്. അപ്പോൾ ഇവർക്കുള്ള ഫുഡ് ഇവിടെ കൊടുക്കണം ഇനി. അപ്പോൾ അറിവുകളൊക്കെ നേടാൻ ഇത്തരം ചാനലുകളൊക്കെ കാണുക, നാട്ടിൻപുറത്തുകാരുടെ. അത് എൻ്റെ ചാനൽ കാണുമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ ചാനൽ ഇപ്പോൾ ഇഷ്ടമില്ലാത്തവർ കണ്ടില്ലെന്ന് ഓർത്തുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർ നമ്മുടെ ചാനലിൽ കയറും, അഭിപ്രായങ്ങൾ പറയും. അത് തന്നെ ധാരാളം, ഒരുപാട് സന്തോഷം. നമ്മുടെ ചാനലിൻ്റെ തുടക്കം തൊട്ടുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മുടെ ചാനലിലുണ്ട്, അവർക്ക് നമുക്ക് സപ്പോർട്ട് തരും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഓരോ സെക്ഷൻ
നമ്മളിട്ടിട്ടുണ്ട്. പരസ്പരം ഇച്ചിരി കൊത്ത് ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെ കൊത്ത് മാറിപ്പോയി, എന്നാലും അതിനകത്തൊക്കെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഈ പുള്ളിക്കാരത്തി നേരത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വാഴ 4 വാഴ കുഴിച്ച് വെച്ചത്, 4 ടോട്ടലി 10 ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ള 4 ഐറ്റമാണ് അത് കുഴിച്ച് വെച്ചെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ജൈവപ്പന്തൽ നല്ല മനോഹരമായിട്ട് പോകുന്നു. ഒരു സത്യനന്ദിക്കാടിൻ്റെ ചിത്രം പോലെയാണ് ഈ ഫ്രെയിം. കണ്ടോ, അത്രയ്ക്ക് മനോഹരമായിട്ടാണ്. കോഴിയുടെയൊക്കെ കൂവല്, പക്ഷികളുടെയൊക്കെ രാവിലെ കണ്ടോ, പച്ചലക്കൊടുക്കയുടെ ഇത്, ആ ഒരു കരച്ചിൽ, പിന്നെ നമ്മുടെ ചീര ഇങ്ങനെ പാകമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്നാണ് 13ാമത്തെ തവണ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോവല്, പാവല്, പന്തലുകളൊക്കെ നല്ല ഭംഗിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ വരുമാനം ഈ ഒരു മാസത്തെ നമുക്ക് കുറച്ച് പൈസയുടെ ഏണിങ്സിലൂടെയെങ്കിലും വീട്ടിലേക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുതന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാർ വീട്ടിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കുറച്ച് സ്ഥലം മതി, ടെറസിൻ്റെ പൊക്കത്തായാലും ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. അതുവഴി നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷം കൈവരും, മനസ്സമാധാനം ഉണ്ടാകും, കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നിലനിൽക്കും. വെറുതെ നമ്മൾ സിനിമാ താരങ്ങളുടെ സെറ്റിട്ടുള്ള വീഡിയോ കാണാനും അവർക്ക് ലൈക്ക് അടിക്കാനും ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നേരം കാണുള്ളൂ. അവരൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ അവസാന വാക്കെന്ന് പറയുന്ന പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൻ്റെ അറിവുകളെ സമ്പാദിക്കുക, അതുവഴി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു നിലയിലേക്ക് എത്തുക, സമൂഹത്തിൽ നന്നായിട്ട് വളരുക, നല്ല ആൾക്കാരൊന്ന് പറയിപ്പിക്കുക. ഇതിനൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. വെറുതെ സിനിമാ താരങ്ങളുടെ വീഡിയോയും കണ്ട് അതിൻ്റെ പുറകെ അതിനിട്ടും കുത്തിയിരുന്ന് മൊബൈലേയും കുത്തിയിരുന്ന് സമയം പോയി കഴിഞ്ഞാൽ ഒന്നും ജീവിതം മുമ്പോട്ട് പോവുകയില്ല. ജീവിക്കാനുള്ള അറിവ് നേടണമെങ്കിൽ ഇത്തരമുള്ള യൂട്യൂബിലെ അറിവുകൾ ഉള്ള വീഡിയോ കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ.